നമസ്കാരം. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളായി ഒരൊറ്റ കേന്ദ്രത്തിൽ നിയന്ത്രിച്ചിരുന്ന മമതാ ബാനർജിക്കും അവരുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. പാർട്ടിയിൽ രൂപപ്പെട്ട അത്യന്തം ഗൗരവമേറിയ ആഭ്യന്തര പിളർപ്പിൻ്റെയും അധികാര തർക്കങ്ങളുടെയും തുടർച്ചയായി തൃണമൂൽ കോൺഗ്രസിൻ്റെ 3 പ്രധാന ബാങ്ക് അക്കൗണ്ടുകൾ പശ്ചിമ ബംഗാൾ പോലീസ് തന്നെ മരവിപ്പിച്ചിരിക്കുന്നു. കൊൽക്കത്തയിലെ HDFC ബാങ്ക് സെൻട്രൽ പ്ലാസ ബ്രാഞ്ചിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം 440 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതോടെ പൂർണ്ണമായും മരവിക്കപ്പെട്ടത്. പാർലമെൻറ്റ് അംഗങ്ങളുടെ കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്കിന് പിന്നാലെ പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കൂടി അടഞ്ഞുപോയത് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാവിക്കുമേൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. രാജ്യത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക ഫണ്ടുകൾ സ്വന്തം സംസ്ഥാനത്തെ പോലീസ് സംവിധാനം തന്നെ മരവിപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ സംഭവമാണ്. പാർട്ടിയിലെ ഒരു വിഭാഗം ജനപ്രതിനിധികൾ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ പരസ്യമായി കലാപക്കൊടി ഉയർത്തിയതാണ് ഈ നാടകീയ സംഭവങ്ങളിലേക്ക് വഴിതെളിക്കുന്നത്. പശ്ചിമ ബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായ ഋതഭദ്ര ബാനർജിയെ അനുകൂലിക്കുന്ന 10 വിമത MLA-മാരുടെ സഖ്യം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അടിയന്തര നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിശ്വനാഥ് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ വിമത സഖ്യം ബിധാനഗർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗികമായി FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നിലവിലെ ഔദ്യോഗിക നേതൃത്വം നിയമവിരുദ്ധമായി പണം വകമാറ്റാൻ സാധ്യതയുണ്ട് എന്നും അനധികൃത സാമ്പത്തിക ഇടപാടുകൾ ഇതിലൂടെ നടക്കാൻ ഇടയുണ്ടെന്നും ഇവർ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പണം ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ അക്കൗണ്ടുകൾ അടിയന്തരമായി മരവിപ്പിക്കണമെന്ന ആവശ്യമാണ് പോലീസ് അംഗീകരിച്ചത്. ഈ അപ്രതീക്ഷിത തിരിച്ചടിയെ കടുത്ത രാഷ്ട്രീയ പ്രതിരോധത്തോടെ നേരിടാനാണ് മമതാ ബാനർജിയുടെ ക്യാമ്പ് നിലവിൽ ശ്രമിക്കുന്നത്. പോലീസിൻ്റെ ഈ നടപടിയെ നിയമപരമായി കോടതിയിൽ ചോദ്യം ചെയ്യണമെന്നും സാഹചര്യം തങ്ങൾ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ് എന്നും മമതയെ അനുകൂലിക്കുന്ന പ്രമുഖ നേതാവായ കുനാൽ ഘോഷ് വ്യക്തമാക്കി. അരൂപ് ബിശ്വാസിൻ്റെ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് സുഭാഷിഷ് ചക്രവർത്തിയാണ് പാർട്ടിയുടെ ഔദ്യോഗിക ട്രഷറർ എന്ന് മമത വിഭാഗം ആവർത്തിക്കുന്നു. നിലവിൽ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ലഭ്യമായ MP ഫണ്ടുകൾ ഉപയോഗിച്ച് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളും ചിലവുകളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവരുടെ തീരുമാനം. എന്നാൽ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് യഥാർത്ഥ തൃണമൂൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വിമത വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ 440 കോടി രൂപയുടെ യഥാർത്ഥ ഉറവിടം എന്താണെന്ന് കണ്ടെത്താൻ സമഗ്രവും ആഴത്തിലുള്ളതുമായ അന്വേഷണം വേണമെന്നാണ് വിമതപക്ഷത്തെ MLA ആയ സന്ദീപൻ സാഹ ആവശ്യപ്പെടുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ ഈ രീതിയിലൊരു വലിയ തകർച്ചയും ആഭ്യന്തര യുദ്ധവും ഉണ്ടാകാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ ദയനീയ പരാജയമാണ്. കഴിഞ്ഞ 15.5 വർഷക്കാലം പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ തോൽവി അറിയാതെ ഭരണം നയിച്ചിരുന്ന മമതാ ബാനർജിയുടെ തൃണമൂലിനെ തറപറ്റിച്ച് BJP സംസ്ഥാനത്ത് അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. ആകെ 294 സീറ്റുകളുള്ള ബംഗാൾ നിയമസഭയിൽ കേവലം 80 സീറ്റുകളിലേക്ക് തൃണമൂൽ കോൺഗ്രസ് ഒതുങ്ങിയപ്പോൾ BJP 200-ലധികം സീറ്റുകളിൽ നേടി വൻ ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിലെത്തുന്നത്. ഈ കനത്ത ജനവിധിയാണ് വർഷങ്ങളായി മമതയുടെ പാർട്ടിയിൽ പുകഞ്ഞിരുന്ന അസംതൃപ്തി പരസ്യമായ കലാപമാക്കി മാറ്റിയത്. പരാജയത്തിന് പിന്നാലെ ഒരു കൂട്ടം ജനപ്രതിനിധികൾ മമതാ ബാനർജിയുടെ ഏകപക്ഷീയമായ നേതൃത്വ ശൈലിക്കെതിരെയും പാർട്ടിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി മമതയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജിയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നതിനെതിരെയും പരസ്യമായി രംഗത്ത് വന്നു. ലോക്സഭയിലെ സ്വാധീനം നഷ്ടപ്പെടുകയും വിവിധ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ വലിയ തോതിലുള്ള ജനപിന്തുണ ഇല്ലാതാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് വലിയൊരു നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിലാണ്. രാഷ്ട്രീയമായ അടിത്തറ ഇളകി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കൂടി നിയമക്കുരുക്കിൽ അകപ്പെടുന്നത് മമതാ ബാനർജിക്ക് തൻ്റെ അണികളെ കൂടെ നിർത്തുന്നത് കൂടുതൽ പ്രയാസകരമാക്കും. വരും ദിവസങ്ങളിൽ ഈ ബാങ്ക് അക്കൗണ്ട് മരവിക്കലുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ അത് ബംഗാൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ നിർണായകമായ പല മാറ്റങ്ങൾക്കും വഴി തുറക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. ചുരുക്കത്തിൽ പ്രതിരോധിക്കാൻ സാധ്യമല്ല എന്ന് കരുതിയിരുന്ന മമതാ ബാനർജിയുടെ രാഷ്ട്രീയ സാമ്രാജ്യത്വത്തിൻ്റെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്ന ഈ പുതിയ ആഘാതം പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ആഭ്യന്തര കലഹത്തിൽ ഉലയുന്ന തൃണമൂൽ കോൺഗ്രസിന് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ 440 കോടി രൂപ മരവിപ്പിച്ച പോലീസിൻ്റെ നടപടി രാഷ്ട്രീയമായ മരണാഘാതമായാണ് വിലയിരുത്തപ്പെടുന്നത്. ആധുനിക രാഷ്ട്രീയത്തിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും പണം എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലെ സാഹചര്യം. ഭരണം നഷ്ടപ്പെട്ട ഒരു പാർട്ടിക്ക് തങ്ങളുടെ അണികളെ കൂടെ നിർത്താനും നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കാനും വലിയ തോതിലുള്ള സന്നാഹങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ പാർട്ടിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായും അടയ്ക്കപ്പെട്ടത്
മമതാ ബാനർജിയുടെ തിരിച്ചുവരവ് ലക്ഷ്യമിട്ടുള്ള എല്ലാ തന്ത്രങ്ങൾക്കും കനത്ത തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി പാർട്ടിയുടെ താഴെയുള്ള സംഘടനാ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി നിശ്ചലമാക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആഘാതം. സംസ്ഥാനത്തുടനീളമുള്ള നൂറുകണക്കിന് പാർട്ടി ഓഫീസുകളുടെ ദൈനംദിന ചിലവുകൾ നടത്തുന്നതിനും ഫുൾ ടൈം പ്രവർത്തകർക്കും ജീവനക്കാർക്കും വേതനം നൽകുന്നതിനും വലിയൊരു തുക മാസം തോറും ആവശ്യമായി വരാറുണ്ട്. അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടതോടെ ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തടസ്സപ്പെട്ടു. MP ഫണ്ട് ഉപയോഗിച്ച് താൽക്കാലികമായി മുന്നോട്ട് പോകുമെന്ന് മമതാ അനുകൂലികൾ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായ പ്രസ്തുത ഫണ്ട് പാർട്ടിയുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി നേരിട്ട് വിനിയോഗിക്കുവാൻ നിയമപരമായി സാധ്യമല്ല. സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാകുന്നത് പാർട്ടിയുടെ പൊതുപരിപാടികളുടെയും റാലികളുടെയും എണ്ണം കുറയ്ക്കുകയും ഇത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ സാന്നിധ്യം മങ്ങാൻ ഇടയാക്കുകയും ചെയ്യും. രാഷ്ട്രീയ ഭാവി മുൻനിർത്തി നേതാക്കളും അണികളും കൂട്ടത്തോടെ പാർട്ടി വിടുന്ന സാഹചര്യം ഈ ധനമരവിപ്പിക്കൽ കൂടുതൽ രൂക്ഷമാക്കും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പല മുതിർന്ന നേതാക്കളും ഇതിനകം തന്നെ മമതയുടെ നേതൃത്വത്തോട് വിയോജിച്ച് പുറത്തു പോയിട്ടുണ്ട്. ഭരണമില്ലാത്ത സാഹചര്യത്തിൽ പാർട്ടിയുടെ ഫണ്ടുകൾ കൂടി പൂട്ടിയെന്ന വാർത്ത അവശേഷിക്കുന്ന ജനപ്രതിനിധികളിലും അണികളിലും വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സാമ്പത്തിക പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കില്ലെന്ന് ഉറപ്പാക്കുന്നതോടെ നിലനിൽപ്പിനായി കൂടുതൽ നേതാക്കൾ ഭരണകക്ഷിയായ BJPയിലേക്കോ അല്ലെങ്കിൽ വിമത രൂപീകരിച്ച പുതിയ ചേരിയിലേക്കോ മാറിയേക്കാം. ഇത് പാർട്ടിയുടെ അടിത്തറ കൂടുതൽ ദുർബലപ്പെടുത്തുകയും മമതാ ബാനർജി രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുകയും ചെയ്യും. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ഭരണകക്ഷിയായ BJPയുടെ വൻ സാമ്പത്തിക ഭരണ സന്നാഹങ്ങളോട് മുട്ടി നിൽക്കാൻ തൃണമൂൽ കോൺഗ്രസിന് ഇനി കഠിനമായി പ്രയത്നിക്കേണ്ടി വരും. ആധുനിക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഡിജിറ്റൽ ക്യാമ്പയിനുകൾ, വൻകിട പരസ്യങ്ങൾ, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെല്ലാം കോടിക്കണക്കിന് രൂപയാണ് പാർട്ടികൾ ഒഴുക്കുന്നത്. ആവശ്യത്തിന് ഫണ്ടില്ലാതെ വരുന്നത് തൃണമൂലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ മൂർച്ച പൂർണ്ണമായും കെടുത്തും. ശക്തമായ പ്രചാരണം കാഴ്ചവെക്കാൻ സാധിക്കാതെ വരുന്നത് വോട്ടർമാർക്കിടയിൽ പാർട്ടി പരാജയം സമ്മതിച്ചു എന്ന രീതിയിലുള്ള തെറ്റായ സന്ദേശം നൽകാൻ ഇടയാക്കും. ഇത് തെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും വലിയ പരാജയങ്ങൾ ഏൽക്കേണ്ടി വരുന്നതിലേക്ക് പാർട്ടിയെ നയിച്ചേക്കാം. ഏറ്റവും പ്രധാനമായി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഇത്രയും കാലം കാത്തുസൂക്ഷിച്ച രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് ഈ സംഭവം വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളോ പ്രതിപക്ഷമോ അല്ല, മറിച്ച് സ്വന്തം പാർട്ടിയിലെ വിമത MLAമാർ തന്നെയാണ് അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയതും അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും. പാർട്ടിയുടെ അക്കൗണ്ടിലുള്ള 440 കോടി രൂപയുടെ യഥാർത്ഥ ഉറവിടം എന്താണെന്ന ചോദ്യത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായ മറുപടി നൽകാൻ മമതാ ബാനർജിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ വിശ്വാസ്യതാ തകർച്ച ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള ആഭിമുഖ്യം ഇല്ലാതാക്കാൻ കാരണമാകും. ചുരുക്കത്തിൽ നിയമപോരാട്ടത്തിലൂടെ ഈ ബാങ്ക് അക്കൗണ്ടുകൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ മമതാ ബാനർജിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തകർച്ച പൂർണ്ണമാകാനാണ് സാധ്യത. സാമ്പത്തികമില്ലായ്മ സംഘടനയുടെ തകർച്ച തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും ബാധിക്കുന്ന ഒരു ദുരന്ത വലയത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് വീണുപോയിരിക്കുകയാണ്. ഈ വലിയ പ്രതിസന്ധി അതിജീവിച്ച് പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ മമതാ ബാനർജിക്ക് ഒരു തിരിച്ചുവരവ് നടത്തുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ അത്യന്തം ദുഷ്കരമായ ഒരു ദൗത്യമായി മാറിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.